ഗൈസ് നിന്നെ കഴിക്കില്ല ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ അല്ല കേട്ടോ. എന്താ പറയുന്നത്, കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരാളെ കണ്ടുമുട്ടിരിക്കുകയാണ്. അല്ല ഇടി ഇവളിപ്പോ കാണിക്കുന്നില്ല, ഇവള് ഒന്ന് ഒരുങ്ങി കെട്ടിയിട്ടുള്ളൂ. ഇന്ന് ഇവളാണ് കല്യാണപ്പെട്ട് ഗൈസ്. ഇന്ന് എന്റെ +2 ഞങ്ങളുടെ 5 പേരായിരുന്നു. 5 പേരിൽ ഒരെണ്ണത്തിന്റെ കല്യാണമായി. എന്താ ചെയ്യാ, വളർന്നു പോയൊരു പോക്കേ. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അവള് UK അല്ലല്ലോ നീ? അതെ, UK അപ്പോ കല്യാണത്തിന് ഞാൻ ഇന്ന് മധുരം വെപ്പാണ്, അതിന് വേണ്ടി വന്നേക്കാണ്. ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു ഫ്രണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരും വന്നില്ലെങ്കിൽ ഞാൻ വരും. അതെ, അപ്പൊ അവളെ കാണിച്ചു തരാം. അവളുടെ പരിപാടി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. വ്ളോഗിലൂടെ നാളെ ഉണ്ട് പരിപാടി, എല്ലാം കൂടി മിക്സ് ചെയ്ത് കാണിക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. ഇന്നത്തെ മധുരം വെപ്പും നാളത്തെ എൻഗേജ്മെന്റ് അല്ലേ? എൻഗേജ്മെന്റും കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റില്ല, അവിടെ കൊല്ലും. അപ്പൊ എന്തായാലും എല്ലാം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഡാൻസ് ഒക്കെ ഉണ്ട് അഞ്ജലിയുടെ ആകാം അല്ല അഞ്ജലി? ഉണ്ട്. ഉള്ള മേക്കപ്പ് കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. അപ്പൊ ഗൈസ്, ഞാൻ ഒരാൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ വന്നത് ഇവളെ ഒരുക്കാനാന്ന് തോന്നുന്നുണ്ട്. ഇവളോട് ഞാൻ പറയേണ്ടത് പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്യാൻ. അവളെ കാണിച്ചു കൊടുക്കും നോക്കട്ടെ. ഞങ്ങളെ മേക്കപ്പ് ഇത് അവള് ചിരിക്കുക എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ് ഗൈസ്? അവളെ മുഖത്തുള്ള മേക്കപ്പ് അതല്ല, ഞാൻ ഐഷാഡ് ഇട്ട് കൊടുത്തു, ഐലിനർ എഴുതി കൊടുത്തു, മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ചു കൊടുത്തു. 5 നൈസായിട്ട് കണ്ണ് തുറന്ന, പതുക്കെ തുറന്ന കണ്ണ് പതുക്കെ തുറന്നാൽ മതി. പെടപ്പിക്കേനി അടച്ചോ. ഐലിനർ പറഞ്ഞാൽ പിന്നെ നമുക്ക് ചേട്ടനെ കാണാൻ പറ്റില്ല മോളെ. ചേട്ടൻ പറയാം, ആരെ ദിഗംബരനാണോ വന്നിരിക്കണെന്ന് ചോദിക്കും ചിലപ്പോ. നല്ല സുന്ദരിയുണ്ട് കേട്ടോ കുട്ടി, ഭംഗിയുണ്ട്. ഞാൻ കുറച്ചും കൂടി ലിപ്സ്റ്റിക് ഇട്ടൊന്ന് സെറ്റ് ആവാനുണ്ട്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. എന്തായാലും നമുക്ക് ഇനി പരിപാടിക്ക് കാണാം. അഞ്ജലി ചേട്ടനൊക്കെ കൂടി നിൽക്കണത്. അഞ്ജലി കല്യാണത്തിനായി അല്ല മധുരവെപ്പിനായി ഒരുങ്ങിയിട്ടുണ്ട്. അറിയും പൊക്കോളും. വിളിച്ചിട്ടുണ്ട് നടന്നോ. രണ്ടാളുടെ വീട് ഫുള്ളായിട്ട് കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് നടന്നോ. അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ ഓക്കെ എൻ്റെ മോളെ ഓക്കെ അല്ലേ നമ്മൾ 100 വട്ടം ചോദിച്ചുകൊണ്ടിരിക്കുക. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൈഡ് എന്താണ് കല്യാണത്തിനെ പറ്റി 2 വാക്ക്? ടെൻഷൻ ഉണ്ടോ? എന്നാലും നോക്ക്, ഫോട്ടോ എടുക്കാൻ നോക്കുക. വാഴത്തോട്ടത്തിന്റെ ഉള്ളൊരു വാഴയും കൂടി വീഴണ്ട, നോക്കിയോ. ധൃതിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കാറിൽ വന്നിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. നല്ല പുറത്ത് കാറ്റുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. ഒരു ഫ്രണ്ട് കൂടി വരാണ്ട് ദേവി എന്ന് പറഞ്ഞിട്ട് കുറച്ചിനെ എത്തുമ്പോൾ അച്ഛൻ്റെ കൂടെ എത്താറായെന്ന് പറഞ്ഞു. നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ ഈ അമ്പലൂർ സൈഡ്, നല്ല ബ്ലോക്കാണ്. ടോള് ഇല്ലാത്ത നന്നായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടോൾ ഉണ്ടെങ്കിൽ ഈ ബ്ലോക്കിൽ കൂടെ ഒക്കെ എങ്ങനെ വരും? ടോൾ അടയ്ക്കുകയും ചെയ്യണം, എന്നിട്ട് ബ്ലോക്കിൽ കൂടി വരണം. എന്താ കഥ അല്ലേ? എന്തായാലും നമ്മൾ പരിപാടി ഇപ്പോൾ തുടങ്ങുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി വരെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോളിലേക്ക് പോവും. ഹോളിൽ പോയി പരിപാടി തുടങ്ങും. ഇതാ ഫോൺ എടുക്കാത്തൊരു മുതലാണ് ഗൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ പേരാണ് ദേവി. അച്ഛൻ ആരാ? അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഇവിടെ ഉള്ളൂര് വിറപ്പിച്ചിരുന്ന പോലീസുകാരനായിരുന്നു തൃശ്ശൂര്. പുതിയ സ്പ്രേ ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. പൊട്ടിക്ക് എനിക്കാണോ ദേവി? എനിക്ക് മേടിച്ച് തന്നാണോ? പൊട്ടിന്ന് ഞങ്ങള് നമ്മുടെ കഥ ഗൈസ് +2 പഠിക്കുമ്പോൾ ഞാൻ ഇവള് അൽമ സാന്ദ്ര അഞ്ജലി കൂടിയിട്ടുള്ള ഒരു ഗ്യാങ് ആയിരുന്നു. ഞാൻ ഒന്നും പണ്ട് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ. ലിപ്സ്റ്റിക് ഇടാത്ത കാലത്ത് ഈ അഞ്ജലിയുടെ സ്വഭാവം എന്നു വെച്ചാൽ ലിപ്സ്റ്റിക് ഇടും. ഇവള് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ്സ്റ്റിക് അല്ല ലിപ് ബാം ഇവള് കൊണ്ടുവരും. നമ്മൾ ഞാനും അവളും കൂടിയിട്ട് ബാത്റൂമിൽ ഇവരൊക്കെ വരും ബാത്റൂമിൽ ഇവിടെ ചെറിയ കണ്ണാട വെച്ച് ലിപ് ബാം ഇടും. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഫുള്ള് ചുണ്ടത്ത് ലിപ്സ്റ്റിക്കാ. അഞ്ജലി ഞാനത് പറഞ്ഞോണ്ടിരിക്കുന്നു അന്നത്തെ കാലം. അതെ, ദേവി നല്ല കുട്ടി. ദേവി ഇപ്പോൾ ഇവിടെ ഹിന്ദുവിലല്ലേ നീ വർക്ക് ചെയ്യണേ? അതെ, വലിയ ആളാ. എന്താ ചെയ്യാൻ, പഠിച്ച വലിയ നിലയ്ക്ക് എത്തി ദേവി. അതെ. എന്തായാലും ഇനി പരിപാടി തുടങ്ങട്ടെ. പരിപാടി തുടങ്ങിയിട്ടില്ലേ ഗൈസ്? ഞാൻ നേരത്തെ വന്ന് അവളൊരുക്കി, അതന്നെ നടന്നു. എൻ്റെ ഗൈസ് ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കടി. അതെ, എവിടെ ദേവി? ഇതാണ് ഞങ്ങളുടെ 5 ആളില് 3 2 കൂടി ഉണ്ട്. അയ്യോ, എന്തൊരു എളിമന്റെ ദേവിക്ക്. നമ്മൾ നമ്മളുടെ മധുരവെപ്പിന് പോവാണ്. ഇനി ചെക്കനെ കാണണല്ലേ? അച്ഛക്കനാണോ മീറ്റിംഗ് ആണോ? അത് കണ്ടല്ലേ? അതെ, നശിപ്പിക്കും. ചെക്കനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അഞ്ജലി പോകുന്നേ വരുന്നു ചെക്കൻ. അഞ്ജലി പോവും അതെ, ചെക്കനെ പൂ കൊടുത്ത് അഞ്ജലി വരവേൽക്കാണ്. ക്യാമറ ചില മനുഷ്യന്മാരെ വേടിപ്പിക്കും. അടുത്തതായി
ഗൈസ് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെത്തി. ഇനി നാളെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചേക്കാണ് വീഡിയോ. അപ്പോൾ നാളെ പാക്കലാം. നാളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്നലത്തെ എൻ്റെ ബാക്കിയാണിത്. ഇന്നലെ നമ്മൾ നോർമൽ മേക്കപ്പിൽ പോയി. ഇന്ന് ഞാൻ കുറച്ച് ലുക്കാവാന്ന് വിചാരിച്ചത് സൗമീസിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. സൗമീസ് ചുറ്റികളുണ്ട്. പാവം ഞാൻ രാവിലെ തന്നെ വിളിച്ച് എണീറ്റ് കൊണ്ടുവന്നേക്കാം. പക്ഷെ ഇവർക്ക് എന്തോ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർക്കിടക ആയതുകൊണ്ട് കുറവാവില്ലല്ലേ ചേച്ചി? നല്ല മാർക്കുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സൗമീച്ചി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ഷൂട്ട്. എന്തായാലും അതെ മാസമായി. അപ്പോൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ എൻ്റെ മേക്കപ്പും എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോ എങ്ങനെയുണ്ട്? മേക്കപ്പും സെറ്റായില്ലേ? സിമ്പിൾ മതി എന്ന് പറഞ്ഞാൽ സൗമ്യച്ചൻ ഇങ്ങനെ ഒരുക്കി തരും. വയ്യാണ്ടിരിക്കേണ്ട പാവം. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ സൺഡേ ആയിട്ട് വന്നു. എന്താ ചെയ്യുക? അതാണ് സൗമ്യച്ചിൻ്റെ ഡെഡിക്കേഷൻ. എത്രയായാലും ഇന്ന് ഞാനൊരു വാക്ക് പറയും ചെയ്തു, ഇന്ന് ഇരിക്കാൻ സമയം എന്താവാണ്ടിരിക്കട്ടെ എന്ന്. അതുപോലെ തന്നെയായി ആവും ചെയ്തു. ഇന്ന് സൺഡേ അത് കാരണം ഓപ്പൺ ആക്കുകയും ചെയ്തു. വീഡിയോ പിന്നെ നാളെ വരല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള മേക്കപ്പ് മുടിയൊക്കെ നല്ല രസമുണ്ട്. അത് ഇവിടെ ഈ സൈഡ് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചിയെ? കൊള്ളാം. ഞാൻ അവിടെ പോട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ സ്റ്റേജ് ഉണ്ട്. പെണ്ണും ചകരയും കാണാനില്ല. കേക്കൊക്കെ വന്നിട്ടുണ്ട്. കേക്ക് ഞങ്ങൾ എന്താണ് നമ്മുടെ സാന്ദ്ര സ്വാരി അറിയുന്നവൾ. നമ്മളങ്ങനെ പരിപാടി സ്ഥലത്ത് എത്തിയിട്ടാണ് ഗൈസ്. അല്ലേ ഗൈസ്? ആ ചേട്ടൻ വായിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല. പിന്നെ ബാക്കി നമ്മൾ നോക്കില്ല. അത് വേറെ കാര്യം. പിന്നെ ഒരു പെണ്ണും ചെക്കനൊക്കെ വന്നത് ഞാൻ കാണിച്ചു തരാം. അതല്ല നല്ലത്. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് ഞാൻ വിളിച്ചു കല്യാണ ചെക്കനാന്ന്. ചെക്കനെവിടെ? ഫ്രണ്ടിലാണോ? ബാക്കിൽ ഫ്രണ്ടിലായിട്ടാണല്ലേ ഇന്നലെ. അങ്ങനെ ദേവി നമ്മുടെ സാരി ഉടുത്ത് ബാക്കിലേക്ക് സാരി കാണണ്ടേ? സാരി ഉടുത്ത് നല്ല വെയിലത്ത് നിൽക്കുന്നു. പള്ളിയിലെ ഒരു തിരുവാതിര പരിപാടി വെച്ചിട്ടുള്ള ആദ്യം കാണുന്നത്. അങ്ങനെ ആദ്യം കണ്ട് ആ ഞായറാഴ്ച ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു ഹായ് ബായ് പറഞ്ഞു. പിന്നെ യാദൃശ്യമായിട്ട് യൂണിവേഴ്സിറ്റി വെച്ച് പിന്നെ നമ്മുടെ ഓണപരിപാടിയിൽ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരിക്ക് പൊട്ട് തൊടുന്ന ഒരു മത്സരത്തിൽ ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും കാഷ്വലി ചെന്നവർ പൊട്ട് കുത്തുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരാൾ മാത്രം ഭയങ്കര അളവെടുത്ത് ചെന്ന് നിന്ന് പൊട്ട് തൊടുന്നു. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പുള്ളിക്കാരനെ. പിന്നെ അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിലൊരു ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കോണ്ടാക്റ്റിൽ വീണു. പിന്നെ അങ്കിളും ആൻറ്റിയാണ് അട. കുട്ടിക്കുണ്ട്, സാന്ദ്രയുണ്ട്, വർഷയുണ്ട്, വർഷ ഓടുന്നു, ദേവിയുണ്ട്. വരികയാണ്. അപ്പൊ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുക്കണു പോവാണ്. അയ്യോ ഡ്രസ്സിന്റെ ചായയാണ് ഗൈസ്. ഒരു ഉഷാറായി പരിപാടിക്കല്ലേ? നന്നായി. ഇനി കുറച്ച് 2 റീൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിട വാങ്ങും. അല്ലേ സാന്ദ്രേ? നല്ല വെയിലുണ്ട് ഇവിടെ. ഉരുക്കി തുടങ്ങി ഞാനൊക്കെ. ഇത് കഴിഞ്ഞപ്പോൾ നമ്മള് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.